അമേരിക്കൻ ഭരണഘടനയുടെ 14-ാം ഭേദഗതി പ്രകാരം നിലവിലുള്ള പൗരത്വ അവകാശം റദ്ദാക്കാനുള്ള നീക്കവുമായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരിട്ട് സുപ്രീം കോടതിയിൽ. അമേരിക്കൻ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ് ഒരു സിറ്റിംഗ് പ്രസിഡന്റ് സുപ്രീം കോടതിയിലെ വാദപ്രതിവാദങ്ങൾ നേരിട്ട് കേൾക്കാൻ കോടതി മുറിയിൽ എത്തുന്നത്. എന്നാൽ ട്രംപ് തന്നെ നിയമിച്ച ജഡ്ജിമാർ ഉൾപ്പെടെയുള്ളവർ ഈ നീക്കത്തോട് കടുത്ത വിയോജിപ്പ് പ്രകടിപ്പിച്ചതും ഇവിടെ ശ്രദ്ധേയമായി മാറി. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ആർക്കും പൗരത്വം നൽകുന്ന രീതി ലോകത്തെവിടെയും ഇല്ലാത്ത വിഡ്ഢിത്തമാണെന്നാണ് ട്രംപ് വാദിക്കുന്നത്. വിദേശികൾ പൗരത്വത്തിനായി മാത്രം അമേരിക്കയിലെത്തി പ്രസവിക്കുന്ന ബർത്ത് ടൂറിസം തടയണമെന്നും അദ്ദേഹം ആവശ്യപ്പെടുന്നു. 2025 ഫെബ്രുവരി 19 ശേഷം നിയമവിരുദ്ധ കുടിയേറ്റക്കാർക്കും താൽക്കാലിക വിസയിൽ എത്തുന്നവർക്കും ജനിക്കുന്ന കുട്ടികൾക്ക് പൗരത്വം നൽകേണ്ടതില്ലെന്ന് ട്രംപ് എക്സിക്യൂട്ടീവ് ഓർഡർ ഇറക്കിയിരുന്നു. ഇതിനെതിരെയുള്ള ട്രംപ് വേഴ്സസ് ബാർബറ എന്ന കേസിലാണ് കോടതി വാദം കേൾക്കുന്നത്. ട്രംപിന്റെ അഭിഭാഷകൻ ജോൺ സൗർ ഉന്നയിച്ച വാദങ്ങളെ ചീഫ് ജസ്റ്റിസ് ജോൺ റോബർട്ട്സ് അടക്കമുള്ളവർ തള്ളിക്കളഞ്ഞു. ലോകം മാറിയിട്ടുണ്ടാകാം, പക്ഷേ ഭരണഘടന അതുതന്നെയാണ്. ട്രംപിന്റെ വാദങ്ങളെ വിചിത്രം എന്നാണ് കോടതി വിശേഷിപ്പിച്ചത്. ട്രംപ് നിർദ്ദേശിക്കുന്ന രീതി നടപ്പിലാക്കിയാൽ അത് പുതിയൊരു തരം പൗരത്വത്തിന് വഴിവെക്കുമെന്ന് അവർ മുന്നറിയിപ്പ് നൽകി. തദ്ദേശീയരായ റെഡ് ഇന്ത്യൻസിന് പോലും പൗരത്വം ലഭിക്കാത്ത അവസ്ഥ ഇതിലൂടെ ഉണ്ടാകില്ലേ എന്ന് അദ്ദേഹം ചോദിച്ചു. കുട്ടികളുടെ പൗരത്വം തീരുമാനിക്കാൻ ഗർഭിണികളെ ചോദ്യം ചെയ്യേണ്ടി വരുമോ എന്ന് കോടതി പരിഹാസ രൂപേണ ചോദിച്ചു. അമേരിക്കൻ ആഭ്യന്തര യുദ്ധത്തിന് ശേഷം അടിമത്തത്തിൽ നിന്ന് മോചിതരായവർക്ക് പൗരത്വം ഉറപ്പാക്കാനാണ് 1868 14-ാം ഭേദഗതി കൊണ്ടുവന്നത്. അമേരിക്കൻ മണ്ണിൽ ജനിക്കുന്ന ഏതൊരാളും പൗരനായിരിക്കുമെന്നാണ് ഇതിൽ പറയുന്നത്. ഇതിനെ പ്രസിഡന്റിന്റെ ഉത്തരവ് വഴി മാറ്റാൻ സാധിക്കില്ലെന്ന് അമേരിക്കൻ സിവിൽ ലിബർട്ടീസ് യൂണിയൻ വാദിക്കുന്നുണ്ട്. വിവിധ സർവേകൾ പ്രകാരം 67% അമേരിക്കക്കാരും പൗരത്വം നിർത്തലാക്കുന്നതിനെ എതിർക്കുന്നു. ട്രംപിന്റെ പുതിയ നീക്കം രാഷ്ട്രീയമായി അദ്ദേഹത്തിന് തിരിച്ചടിയാകുമോ എന്ന് നിരീക്ഷകർ ഉറ്റുനോക്കുന്നു. കേസിൽ ജൂൺ അല്ലെങ്കിൽ ജൂലൈ മാസത്തോടെ സുപ്രീം കോടതിയുടെ അന്തിമ വിധി വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. കോടതി മുറിയിൽ തന്റെ സ്ഥിരം റെഡ് ടൈ ധരിച്ച് മുൻനിരയിലിരുന്ന ട്രംപ് വാദങ്ങൾക്കു ശേഷം പുറത്തുവന്ന് സോഷ്യൽ മീഡിയയിലൂടെ ജഡ്ജിമാർക്കെതിരെ രൂക്ഷ വിമർശനം ഉന്നയിക്കുന്ന ഒരവസ്ഥയും ഉണ്ടായി. എന്തായാലും ട്രംപിന്റെ ഈ പ്രവൃത്തിയോട് വിമർശകർ തുറന്നടിച്ചു തന്നെയാണ് രംഗത്ത് വന്നിരിക്കുന്നത്. വളരെ വിചിത്രമായ പെരുമാറ്റം എന്നായിരുന്നു എല്ലാവരും പറഞ്ഞത്. പക്ഷേ ഇതിനെയൊക്കെ തള്ളിക്കൊണ്ട് ട്രംപും രംഗത്ത് വരികയുണ്ടായി. ട്രൂത്ത് സോഷ്യലിലൂടെ അദ്ദേഹം തുറന്നടിച്ചു.